ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വിയർ എല്ലാവർക്കും പിന്നെയും ഗെയിം പ്രോയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിന് ഒരു മാറ്റമില്ല, റോബക്സ് തന്നെ. പക്ഷേ ഗെയിമിന് മാറ്റമുണ്ട്, കോൺഫിയസ് ആണ്. കോണിൻ്റെ മൊന്ത, നമുക്ക് ഈ കോൺ മൊന്ത കളിച്ചിട്ട് വരാം. ആദ്യം ഞാൻ നോബ് മാസ്റ്ററിൻ്റെ വീഡിയോസ് കണ്ടെങ്കിൽ നോബ് മാസ്റ്റർ ഇത് ഒന്ന് നോക്കിയപ്പോൾ മരം മുറിക്കാൻ പോകണമാരോ, മരം മുറിക്കാൻ പറ്റിയിട്ടുണ്ട്. ഭയങ്കരമെല്ലാം ആരാ കിടന്ന് കിട്ടതേ പിടിച്ചതല്ല. ഇതും പൊട്ടിച്ചെടുക്കാം. മിണ്ടാണ്ടിരിക്കുക അവിടെ എടുത്തോട്ടെ. ഇതൊന്ന് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാമർ വേണം. അത് നമ്മളിവിടെ കളിക്കണം. കളിച്ച് ഈ സാധനം നമുക്ക് അടിച്ച് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അവിടെ അങ്ങനെ നിന്നിട്ട് രാജാവ് രാജാവ് എൻ്റെ മോനെ ഗ്ലിച്ച് ആറ് ഗ്ലിച്ച് സൂപ്പർമാ ഗ്ലിച്ച്. നമുക്ക് ഡബിച്ചുണ്ട് ആക്കിയിട്ടില്ല. മുഴുക്കേറെ കിടക്കാൻ ഗൈസ് റണ്ണെന്ന കുറവ് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികം നമുക്കിനി നേരെ നമ്മളുടെ സ്ഥിരം സ്പോട്ടിലേക്ക് പോകാൻ സേഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നോബ് മാസ്റ്റർ കയറി കുറച്ച് തെണ്ടി തിരിഞ്ഞ സ്ഥലമാണ്. നോബ് മാസ്റ്റർ ഇതിൻ്റെ മുന്നിൽപ്പെട്ടിയാണോ 10 രൂപയാണോ അറിയത്തില്ല. നോബ് മാസ്റ്ററിന് കുറേ കോണുകളൊക്കെ കിട്ടി. അപ്പോൾ ഓരോരോ കോണുകൾ എടുക്കുമ്പോഴത്തേക്കും മരണത്തിൻ്റെ മണികളിങ്ങനെ കാതിരിക്കുന്നത്. ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കുന്നതിൻ്റെ തന്നെ നമ്മൾ കളിക്കുക എത്ര ആൾക്കാരുണ്ട് നമ്മൾ നോക്കണം. ഇത്ര പേരേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് സേഫ് തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലെയേഴ്സ് കുറവാണെങ്കിൽ കോൺഫിയൻസ് നമ്മളെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് വരും. ബോടാ കളിക്കാൻ ബോടാ കളിക്കുന്നത് പാടാം. നമുക്ക് ഷോപ്പിൽ VIP സാധനം ഇപ്പോഴുള്ള വെള്ളയാണോ കോൺഫിയൻസ് കൂട്ടം പോയിട്ടുണ്ട്. നമുക്കൊന്ന് നമ്മളെ പാട്ടിനായിട്ട് പോവാം. നമുക്ക് നേരെ അങ്ങ് പോവാം. കോണിൻ്റെ തല വന്ന ചത്തു സുഗു ഡ്രൈവർ കിട്ടിയേ. സുഗു ഡ്രൈവർ കിട്ടിയേ നമ്പർ എടാ ആലോചിക്കുന്നേ. നോമാസ്റ്ററിന് ആദ്യം കിട്ടിയത് സുഗു ഡ്രൈവർ കിട്ടനെയാണ്. ഞാനും കളിച്ചത് എനിക്ക് ആദ്യം കിട്ടിയത് സുഗു ഡ്രൈവർ കിട്ടണ. what join ഇറങ്ങാം. വല്ലാത്ത സൗണ്ട് എനിക്കൊന്ന് പോയി പോകുന്നു. ഇവിടെ എല്ലൊക്കെ ഇട്ട് തുറന്നിട്ട് എന്തിനാണ് കുറച്ച് സൂം ആക്കിയിട്ടാണ്. നമുക്ക് ഈ ലൈറ്റ് വരുന്നതിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അയ്യോ ഇതെന്താ സാധനം? എന്താ ഓക്കെ ഗൈസ്, വി ആർ ബാക്ക്. കോൾ ചെയ്ത് മറ്റായിരിക്കില്ല, എൻ്റെ സ്വന്തം വില്യമ്മയ്ക്ക് തന്നെയാണ്. വില്യമ്മനോട് ഞാൻ പറഞ്ഞു ഇപ്പോൾ വരാം. എനിക്ക് സുഗുക്കുട്ടൻ എവിടെയായിട്ട് തുറക്കണ്ടേ? സുഗുക്കുട്ടൻ നിനക്ക് സുഖമാണോ? സുഗു വെളിവീരൻ എന്ന് സുഗു. ഇവിടെ നമുക്ക് വെള്ളാലെടുക്കണം. ഇതെടുക്കണം, വെളിവെടുക്കണം. വെള്ളിവ് എന്തൊരു സാധനം നമുക്ക് എടുക്കാണ്ട്. നോബ് മാസ്റ്റർ കടന്നുപോയ സ്ഥലങ്ങളിലൂടെ ഞാനും കടന്നു പോവുകയാണ് സുഹൃത്തുക്കളെ. ശരിയായിട്ട് നമുക്ക് ഇവിടെയും ഇത് വേണോ? ഞാൻ 2 കാലത്ത് തോന്നുന്നു. ഇവിടെ 2 കാലത്തിട്ടാലും കണക്കാണ്. നമുക്ക് ആരെ പോയി ബാക്കിലേക്ക് ഇടുന്നത്. നമുക്ക് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. അതായിരിക്കില്ല മയം. പിന്നെ ഈ കോള് വരാൻ നേരത്ത് നിങ്ങൾക്കെന്നെ സൗണ്ട് കട്ടാവുന്നുണ്ടോ? അപ്പോൾ എനിക്ക് കോളൊന്നും വരുന്നില്ല. എനിക്കെൻ്റെ സൗണ്ട് കട്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ. യൂട്യൂബ് അമ്മച്ചിയുടെ ഗിഫ്റ്റായിരിക്കും.
ഇങ്ങോട്ടേക്ക് വരാമല്ലോ, കയറി പൊളിഞ്ഞ് വരാമല്ലോ. എവിടെയെങ്കിലൊക്കെ വല്ല സീക്രട്ട് ഡോറുകളും സൂക്ഷിച്ചു കണ്ടൊക്കെ വേണം ഗൈസ് നടക്കാൻ. എവിടെയെങ്കിലൊക്കെ സീക്രട്ട് ഡോർ കണ്ടിട്ട് നമ്മളൊന്ന് കോയിൻസ് എടുക്കാൻ പറ്റുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ചാടാൻ പറ്റുന്നില്ല. നമുക്ക് ആ മേലത്തെ കാലത്ത് ചാടാൻ പറ്റില്ല, തല എന്നിരിക്കില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് കുട്ടനെ കിട്ടിയിട്ടുണ്ട്. എനിക്കിതിനെക്കൊണ്ടൊരു ആവശ്യമില്ല. അപ്പം എനിക്ക് ഇതിപ്പോൾ എവിടെയെങ്കിലൊക്കെ കൊണ്ട് തുറക്കണമല്ലോ, തിരിക്കണമല്ലോ, കുരിക്കണമല്ലോ, മരിക്കണമല്ലോ, ഇങ്ങനെ നടക്കാതെ എന്തെല്ലേലും ആ ഭാഗത്ത് കോണിൻ്റെ തലയുണ്ട്. കോണിൻ്റെ തലയുടെ നമ്മളിപ്പോൾ അവിടെ പോകുന്നുണ്ട്. എൻ്റെ ഇപ്പുറത്തേക്കൊക്കെ ചാട്ടം ഇവിടെ വേസ്റ്റ്. ഇപ്പെടുത്തിട്ട് എത്ര പ്ലേസ് ഉണ്ട്? കുറച്ച് ആൾക്കാരുണ്ട്. കോൺഫറൻസ് കുറച്ച് ദൂരത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോഴല്ലേ നമുക്ക് മറ്റേ സ്ഥലത്തേക്ക് കാണോ. നേരത്തെ കോൺഫറൻസ് നമ്മളൊരു സ്ഥലത്തിട്ട് ഓടിച്ചില്ലേ, അവിടേക്ക് നമുക്ക് നേരെ പോകണം. നല്ല ഭംഗിയല്ലേ ഇങ്ങനെ. ഓ ആരോ കൊന്നടേ, ആരോ കൊന്നു. നിലവിളി കേക്കും. ഒന്ന് നടന്നു നോക്കാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ കിട്ടുന്നുണ്ടോ നമുക്ക്. എന്തെല്ലായാലും നടന്ന എവിടെയെങ്കിലൊക്കെ എത്താണ്ടിരിക്കത്തില്ലല്ലോ. ഇവിടെ നമുക്ക് കരിയിപ്പില വേണം, മറ്റേ അരികന വേണം. കുറേ നേരമല്ലേ നമ്മൾ നടക്കുന്നത്. അപ്പം തന്നെ കുറേ സമയമായി. നമ്മളത് സ്ക്രൂ ഡ്രൈവറിൻ്റെ സ്ഥലം കണ്ടെത്തിയിട്ട് നമുക്ക് ബാക്കി. ഓ മോനെ കിട്ടി, കിടക്കാം. ഉയ് ഡോറ് തുറന്നടാ. ഉയ് എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണോ അതോ ഗെയിം പ്ലേയുടെ കുഴപ്പമാണോ? ഗൈസ് അത് ഗെയിമിൻ്റെ കുഴപ്പമാണ്. ഇവിടെ അങ്ങനത്തെ ഒരു വേണ്ട പറയാം. നമുക്ക് ഇങ്ങോട്ടേക്ക് കിടക്കാം. നമുക്ക് ഇങ്ങോട്ടേക്ക് കിടക്കാം. പൊടപ്പടപ്പടാ കളമണ്ണടിച്ച് പിടിക്കും. പീ കൂക്കു പീ കൂപ്പി പോ, പീ കൂക്കു പീ കൂപ്പോ പോ. പടവായനെ ബ്ലേഡും നമ്മൾ അരച്ച് കരച്ച് തിന്നുണ്ടാവുന്നു. അടുത്ത ബെല്ലടിച്ച് ബെല്ലിന് ബെല്ലടിക്കല്ലേ പണിയുള്ളൂ. വല്ലാത്ത ബെല്ല്. ഇവിടെ നമുക്ക് പിങ്ക് കളർ കൊയറണം. പിങ്ക് പിങ്ക് സ്ക്വയർ മൈപ്പിനാണ് എന്തെങ്കിലും കളർ. എന്താടാ പേടിപ്പിക്കാൻ നോക്കണോ? പടപ്പടപ്പടാ. കുറച്ചോനെ ഹോം എവിടെയായിരുന്നേ? വീട്ടിൽ പോകാനുള്ള വഴി എവിടെയായിരുന്നു? എല്ലാവരും ഓണം വീട്ടിലേക്കാണല്ലോ പറഞ്ഞേ. എന്താ സേഫ് അല്ല? എനിക്ക് ഹോമ വേണ്ട, എനിക്ക് വീട്ടിൽ പോകണം. ഇവിടേക്കും പെരുമാറി ഉണ്ടോടെ. കോടാലി കൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെട്ടേണ്ട സ്ഥലത്തേക്ക്. കാരണം ഞാൻ ഇവിടെയുള്ള കാലനാണ്, മറ്റുള്ളവരുടെ കാലം വിധിക്കാൻ വന്ന കാലൻ. വാടാ തല ഞാൻ എരിയാം. വന്ന വഴി തരുന്നു. വലിയ ബിൽഡപ്പ് ഒക്കെ വന്നതല്ലേ, വഴി വേണ്ടേ? കാലൻ വരുന്നു. ഒരാളെന്ന് കുത്തിരിക്കണതേ. തൊള്ള പൊട്ടിക്കോ. എത്ര ആൾക്കാരുണ്ട് കളിക്കില്? ഇനിയുണ്ട് 1 2 3 4. 3 ആൾക്കാരുള്ളൂ. ഇന്നോട് കൂട്ടിയിട്ടാണ് ഞാൻ 4 പറഞ്ഞേട്ടാ. ഇവിടെ എവിടെയല്ല അരിയാണ്ട സ്ഥലമുള്ളത്.
നമുക്ക് ഈ സേഫിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് കടന്നു വെച്ചേക്കാം. സേഫിൽ വാവ് ഒരു ഫോൺ കട കണ്ടച്ച ഫോണ് കയ്യിലിച്ചിപ്പാ. ഇത് നമുക്ക് എടുത്തേക്കാം. ഇനി അടുത്ത ബെല്ലടിച്ച് ബെല്ലടിക്കലേ പണിയുള്ളൂ. അതിൻ്റെ ബെല്ലൊന്നും മിണ്ടാണ്ടിരിക്കുക. നമ്മൾ എവിടെയെങ്കിലൊക്കെ രക്ഷപ്പെടട്ടെ. പുല്ലരിയണം. ഇവിടെയൊക്കെ നമ്മൾ വന്നതാണ്. ഇവിടെ നമുക്ക് പെട്രോൾ നടക്കുന്നില്ല. ശ്രമിക്കണം കേട്ടോ. അതാണ് എൻ്റെ മെഷീൻ സ്റ്റാർട്ടാക്കിയാണ് പെട്രോൾ നടക്കുന്നത്. അടയാണെങ്കിൽ വന്നോളും. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അവിടെ നമുക്ക് ഒരു തോടി വെച്ച് കഴിഞ്ഞു. കാലം എൻ്റെ കാലം മുറിക്കാൻ വേണ്ടി പിന്നാലെ നടക്കാം. ഞാനാടേ കാലൻ, ബഹുമാനം താടേ കാലന്, ഈ കാലന് ബഹുമാനം. പുല്ലരിയണ സ്ഥലം എവിടെയാണ്? ഇത് നമ്മൾ വന്നത് ഈ പുല്ലരിയണം. പുല്ലരിയൽക്കാരനെ തടച്ചു നിർത്തുന്നു. ചോളത്തലേൻ്റെ തല വെട്ടിയിരുന്നു. പുല്ലരി അളവുണ്ട്. നമുക്ക് പുല്ലരി അളക്കാൻ കണ്ടുപിടിക്കണം. ഈ വീഡിയോയിൽ നല്ല ലെങ്സാണ് പറഞ്ഞ വരുന്ന പോലെയൊന്നുമല്ല ഇപ്പം കളികൾ എന്ന് പറയുന്നത്. വീഡിയോക്ക് നല്ല ലെങ്സുകളാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പുല്ലരിന്ന സ്ഥലം കണ്ടെത്തിയിട്ട് വെക്കണം. നമുക്ക് പുല്ലത്തിൽ കളിയുന്ന പുല്ലരുന്ന ഗൈസ് ബോറടിച്ചോ? നിങ്ങൾക്ക് ബോറടിക്കത്തില്ലെന്ന് എനിക്കറിയാം. എനിക്ക് നല്ല ബോറടിച്ചു. നമ്മളിതാണ് ഗൈസ് കൊടുക്കുക. പുല്ലരുന്ന സ്ഥലത്തേക്ക് എത്തി. ഇവിടെ ഒരു കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്തോളം കഷ്ടപ്പെട്ട നിങ്ങൾക്കറിയും. ഇനി ഇവിടെ ഒരു വഴി കാണാനുണ്ട്. ഈ വഴി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പോയടുത്ത് ഇവിടെ അങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നു. ഇതിലൂടെ അങ്ങനെ കയറി നമുക്ക് എങ്ങോട്ടേക്ക് എത്തുള്ള ബുദ്ധിയൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു. നമുക്ക് പോകാം. നമ്മൾ പാർക്കോറാണ് എന്ന് ഞാൻ പറയണതാണ്. ചത്തി എനിക്ക് തോന്നുന്നു അതിൻ്റെ ചോളം കൊണ്ടുപോയി ചത്താൽ മാത്രമേ. കുഴിക്കുന്നുണ്ട് ആ ചാവലൊക്കെ. നമ്മൾ ആ ചോളച്ചാരം കൊണ്ടുപോയി ചത്താൽ മാത്രമേ ഇതൊക്കെ ഒരു ഡൈ എന്ന് പറഞ്ഞ സാധനം. കാരണം നമുക്കൊരു ഡൈ ഇല്ല. മനസ്സിലായോ? DID എന്ന് പറഞ്ഞൊരു സാധനം ചോളത്തിൻ്റെ കയ്യിൽ നിന്നല്ലാണ് നമുക്ക് കിട്ടത്തില്ല. സോ വി ആർ സേഫ്. യു ഗൈസ് ക്യാൻ തിങ്ക്. ഇതൊക്കെ എന്തോന്നിരി. ചോളമടിച്ചു, മണികളടിച്ചു. നമുക്ക് ഈ ചാവിക്ക് ഇഷ്ടോ. ഈ സ്ഥലത്ത് കൂടെ ഞാൻ ഒരുപാട് തവണ തെണ്ടിത്തിരിക്കുകയാണോടാ. ശരിക്കും ബോറ് വരെ അടിച്ചാണ്. നമ്മളെ മെയിനുള്ള സ്ഥലത്തേക്ക് നമ്മളുണ്ട്. എന്താടാ? ഇരുപത് ക്യാരക്ടർ നായിൻ്റെ പിടിച്ചെടുക്കുന്ന നായ. ഗീസവനെ നായിൻ്റെ സാധനം ഇട്ടെന്ന് മനസ്സിലായി. എടുക്കോ സീവാസ നായ. അല്ലെങ്കിൽ നായക്ക് പിന്നെ നായയുടെ സാധനം തന്നെയാണ് ഗീസ് ചേർച്ച. കുറച്ച് നേരെ നമ്മളിങ്ങനെ അലയാൻ തുടങ്ങിയിട്ട് ഇതുവരെ നമുക്ക് വേണ്ടിക്ക് എത്താൻ പറ്റില്ല. പക്ഷേ നമ്മൾ എത്തിയില്ല. നമ്മൾ എത്തിക്കല്ലോ. നമുക്കുള്ള അലിഞ്ച പാട്ട് പാടാൻ എന്നൊക്കെ ഉണ്ട്. വേറെ ആരല്ല. കമൻറ്റ് ബിലോ. കമൻറ്റ്.
ഗൈസ് വി വാസ് സം റൈറ്റ് ആൻഡ് ഗൈസ് നമുക്കിപ്പോൾ ഒരു കാര്യം വേണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേരുണ്ട്. ചിലപ്പോൾ സീനാവത്തില്ല. ഇപ്പോൾ ഗൈസ് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വരാം. ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഒരു ഡോറ് കാണണല്ലോ. ഇവിടെ കിടക്കണേ. ഞാൻ എങ്ങാനൊന്ന് അപ്പുറത്തേക്കായിരിക്കും കരുതി പോയിരുന്നെങ്കിൽ എൻ്റെ കാര്യം നിന്നെ കിട്ടിപ്പോക്കാം. നമുക്ക് മറ്റേ സാധനം വേണം. അതൊക്കെ വെറും പാചകടി മാത്രമേ ഉള്ളൂ. നമ്മളാള് പാവാണ്. പാവെന്ന് പറഞ്ഞാൽ നല്ല അസല് പാവം. രക്ഷപ്പെട്ടേ. ഇവിടുന്ന് ഒരു രക്ഷ നോർമൽ അല്ല ഇവിടെ നല്ലതാണ്ട്. ഇവിടുന്ന് ഇങ്ങനെ കയറിയാണ് അങ്ങോട്ടേക്ക് ചാടാൻ നോക്കുന്ന ഫസ്റ്റ് ട്രെയിലാണ്. എന്നവിടെ കൊത്തിപ്പിടി കിട്ടി. കയ്യിൽ കിട്ടി. പക്ഷെ ഒരു ചാട്ടത്തിന് അയാളൊക്കെ പോയി. എനിക്കറിയത്തില്ല ഞാൻ ഈ ടെലിപ്പോർട്ടാവാൻ നേരത്തെ സ്ക്രീൻ മൊത്തം ഒരു പിന്നെ ഗൈസ് ഈ കളിക്കുന്ന എനിക്ക് തന്നെ എത്രയും ഗ്രാഫിക്സ് കുറവാണെങ്കിൽ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എത്ര ഗ്രാഫിക്സ് ഉണ്ടാവുമെന്ന് ഞാൻ ഇപ്പം ചിന്തിച്ചു നോക്കി. ഗ്രാഫിക്സ് കുറവാണെങ്കിൽ ഒന്ന് ഹൈയിലേക്ക് ഇട്ട് കണ്ടുകൂടി. അയ്യോ കാരണം ഞാൻ കളിക്കുന്നത് മൊബൈലിലാണല്ലോ. ഡോണ്ട് ബെറി ആൻഡ് ഡോണ്ട് കെയർ ഇറ്റ് ആൾസോ. വി ക്യാൻ ബിക്കം എ വാവ്. ഞാൻ പിന്നെ ആ ചുറ്റിക്കത്തലേൻ്റെ അടുത്തേക്ക് പോകണോടാ. ചോളെടുക്ക് ആക്സ് ഉണ്ട് ഒരു കാക്സ്. നമുക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ഗൈസ് നമുക്ക് വീണ്ടും നമ്മൾ സ്ക്രൂ ഡ്രൈവർ തുറന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകണം. നമ്മളിതിൻ്റെ കയ്യിൽ സാധനം എടുത്തുകൊണ്ട് നടക്കുമ്പോഴേ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു അഹങ്കാരം. അങ്ങനെ അത് കിട്ടി കണ്ടില്ലേ. നമുക്ക് ഇതുവഴിയാണ് പോവാം ഗൈസ്. ബിക്കോസ് ദിസ് വാസ് എ ഷോർട്ട് ട്രിപ്പ്. കൂതിയ എൻ്റെ പൊന്നോ ചെറിയൊരു ലാഗ് ഉണ്ട്. ഫോണിൽ ചൂടായില്ലല്ലോ. ഫോണ് കൂളാണ് പക്ഷെ ലാഗ്നെസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പോയി. നമുക്ക് കളിക്കാം. ലെറ്റ്സ് കണ്ടിന്യൂ ദി ഗെയിം. പിന്നെ ഗൈസ് വീഡിയോ കാണാനും ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചിരിക്കണം കേട്ടോ. നമ്പറുണ്ടല്ലോ. നമുക്ക് നേരെ ഗൈസ് നിങ്ങൾക്ക് ഈ സ്ക്രീൻ പ്ലേ ബോറിംഗ് ആവുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. എനിക്കെന്തോ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് മറ്റേ സാധനം ഉണ്ടടി. ഡോണ്ട് സ്റ്റോപ്പ് നൗ. നമുക്ക് ബോൾ കിട്ടി. ഈ ബോൾ നമ്മൾ കൊണ്ടിട്ട് തലയിലിടണം. ഇവിടെ ഇവിടെ ബാ. ഇവിടെ നിന്നല്ല നമുക്കുണ്ട് മറ്റേ നമുക്ക് റെഡ് കീ ഇട്ടിട്ട് നമ്മൾ തുറന്ന് തലയിൽ. അവിടേക്കിനിപ്പോൾ എങ്ങനെ പോകാനാ? ഇതൊരു ചോളത്തലയുണ്ട് പക്ഷെ നമ്മൾ രക്ഷപ്പെട്ടിരിക്കും ഗൈസ്. വി ഡോണ്ട് കെയർ ഇറ്റ്. ഞാൻ കളിച്ചിട്ട് ഇപ്പോൾ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് ഗൈസ്. ഇത് ഭയങ്കര ലോങ് വീഡിയോ. ഇന്ത്യൻ ഷോപ്പ് സ്പീഡ് പെറ്റ് മേടിക്കാൻ കിട്ടൂ. കുറച്ച് വിത്തിയിട്ട് ഗെയിമുകൾ പിന്നെ പറയുന്നുണ്ട്. ഒരു സ്പിന്നുണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. 2 ഹെൽത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടല്ലടയ്യാ. ഒരു ഹെൽത്ത് കിട്ടി. വീറിനട് തുമ്മേക്ക പച്ചക്കൊത്ത കാലാണ്. അതെന്തിനാ അറിയോടെ നമ്മളിപ്പോൾ ചത്ത് വിചാരിക്കും. പാർക്കൂർ ചെയ്യുമ്പോൾ ചാവുന്നതല്ല, അല്ലാണ്ട് ചത്തു. ടെക്നോളജിയാ. അപ്പം അങ്ങനെ തന്നെ നമുക്കൊക്കെ കാണാൻ കഴിയും. പക്ഷേ വലിയ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വരെ പോലെ അപ്പം അവൻ പിടിക്കുമ്പോഴാണ് ഗെയിം റീസ്റ്റാർട്ട് ആവുക 1 ഹെൽത്തിലൊക്കെ. പക്ഷെ നമുക്കിപ്പോൾ 2 ഹെൽത്തുണ്ട്. അപ്പോൾ അവൻ നമ്മൾ ഒരൊറ്റ തവണ പിടിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ പിടിച്ചാൽ നമുക്ക് കുഴപ്പമില്ല. 2 തവണ നമ്മളെ പിടിക്കാണ്ടിരുന്നാൽ മതി. അങ്ങനെ ആകുമ്പോഴാണ് ഡേഞ്ചർ ഉണ്ടാവുക.
പക്ഷേ അപ്പം എനിക്ക് 2 ഹെൽത്ത് ഉണ്ടാവണമെങ്കിൽ എനിക്ക് കുറച്ച് പേടിക്കണ്ട. അപ്പം എനിക്ക് ഒരു 2 ഹെൽത്ത് അല്ലേ ഉള്ളൂ. അപ്പം എന്നാൽ എനിക്ക് ബാക്കിയുള്ള 4 ഹെൽത്ത് കൊണ്ടിരുന്ന് ഞാൻ ആലോചിച്ചു 6 ഹെൽത്ത്. മോനെ ഞാൻ ആരാ സിംഗം. എനിക്ക് സേഫ് അല്ല വേണ്ടേ, എനിക്ക് ഈ കുഞ്ഞ് ബോളിനെ ഇടാൻ പറ്റിയ സ്ഥലം വേണം. ഇതിൻ്റെ അകത്ത് മറ്റേ നമുക്ക് ഈ സ്ഥലത്ത് ഇങ്ങനെ സ്പോട്ടാക്കിയിട്ട് നമുക്ക് വേണ്ടപ്പോൾ അങ്ങനെ ടെലിപ്പോർട്ട് ആകാൻ പറ്റുന്നതായിരുന്നെങ്കിൽ നല്ല കൊള്ളായിരുന്നു. അയ്യാ നമ്മൾ കഴിഞ്ഞ തവണ അങ്ങോട്ടേക്ക് പോയി, അപ്പം നമ്മൾ ഈ തവണ അങ്ങോട്ടേക്ക് പോയി. ഇതുവരെ ഇങ്ങോട്ടേക്ക് ഇല്ലല്ലോ. ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ അവിടുത്തെ ചോളത്തിനെ കണ്ടിട്ടുണ്ട്. ചോളത്തിനുണ്ടോ നമ്മൾ അങ്ങോട്ടേക്കില്ലേ? അവിടെ എന്തോ ഉണ്ട്. അവിടെയാണ് അടാ 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 ചത്ര 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 ചത്ത് ചത്ത് ചത്ത്. അപ്പുറത്തേക്ക് പോകണം. എടാ നോക്കണേ, ഞാൻ മിക്കവാറും ഞാൻ ചാവും. ഇല്ല, വെറുതെ വളഞ്ഞു നോക്കില്ല, സ്ട്രേറ്റ് ആയിട്ടാണ്ട് പോവാം. എന്താ ഇങ്ങനൊരു വഴി ഉണ്ട് അവിടേക്ക് ആക്ച്വലി. നോ മനുഷ്യൻ പോയിച്ചേ ഇതൊക്കെ നല്ലൊരു സൗണ്ട് കേൾക്കണ്ടാവും. ഡോണ്ട് കെയർ. അത് പുറത്ത് വീടിൻ്റെ പണി നടക്കണോണ്ട് മാമന്മാർ കമ്പിയൊക്കെ മുറിച്ചടുക്കി ഉണ്ടാക്കുന്നതിൻ്റെ സൗണ്ടാണ്. എന്താടാ ഇവിടെ കാവല് വല്ല നിൽക്കണോ? ഓടേ ആൾക്കാർ വരുന്നുണ്ട്. ഇതെന്താ അവിടെ കാവല് നിൽക്കണോ? അയ്യോ 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 അത് വിളിച്ചപ്പോലെ പോടാ. അവിടെ ഒന്നുമില്ല. ഇവിടെ നോക്കിയതാണ്. അവിടെ പോവായിരുന്നെങ്കിൽ ഒക്കെ അവിടെ പോയി സെർച്ച് ചെയ്യുന്നു. പക്ഷേ വേണ്ട, എൻ്റെ പടമൊന്നും ഉണ്ടാവില്ല. എന്നാലും അവിടേക്ക് എല്ലാവരും പോകുന്നുണ്ട്. അവനാണെങ്കിൽ അവിടെ തന്നെ കാവൽ വെക്കുന്നുണ്ട്. സംതിങ് വാസ് ഈസിങ് ഓൺ ദേർ ഗൈസ്. ബ്ലൂ ബോളിൻ്റെ സ്ഥലം കിട്ടി. നമുക്കിവിടുന്ന് ചോളം എടുക്കണം, റെഡ് ക്യൂബ് എടുക്കണം. ക്യൂബ് ജസ്റ്റ് ഇനി നമുക്ക് കുറച്ചും കൂടി ഉള്ളൂടെ. ഇനി കുറച്ചും കൂടി ഉള്ളതെന്നാണ് കേസ് പേര് പറഞ്ഞത്. ഇനി നമുക്ക് ഇവിടെ പോകണം. ഇവിടേക്ക് വരാൻ എനിക്കറിയാം. ഈ അറ്റം നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് നോക്കിയാണെന്ന് വെച്ചാൽ മതി. അതുപോലെ ഇന്ത്യ ഉദ്ധരിക്കുന്നത് ഒരു അറ്റത്തായിട്ടാണ്. അവിടെയാണ് ആ സൈഡിലാണെന്നാണ് എൻ്റെ ഒരു തോന്നലിച്ച. കാരണം അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ നല്ലൊരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. യെസ് വി റീച്ചഡ്. ഇത് നമ്മുടെ ചോളം മുറിച്ച സ്ഥലം. ഇവിടെ നമ്മൾ നേരെ കയറണം. ഷോർട്ടാണ് ഗൈസ്, ഷോർട്ട് അണ്ടർ എസ്റ്റിമേറ്റ്. വാവ് അഗെയിൻ നമ്മൾ ഈ 15 കോണാണ് നമ്മളിങ്ങനെ എടുക്കണം ഗൈസ്. പക്ഷെ നമുക്ക് കൊണ്ടുപോയിട്ട് ആ കീ ഇട്ടിട്ട് അവിടെ തുറക്കണം. നിങ്ങൾക്കറിയാലോ, നമ്മളിപ്പോൾ വന്ന വഴി തിരിച്ചു ഫോളോ ചെയ്ത് വായിച്ചാൽ മതി. ആ കീയുടെ കാലത്തേക്ക് എത്താൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് നമുക്കിപ്പോൾ 11 കോണുകൾ കിട്ടി. നമുക്ക് 4 കോണുകളും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഓരോരോ കോണുകൾ എടുക്കുന്നതിനനുസരിച്ചും നമ്മൾ വിജയത്തിലേക്ക് പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പോടാ കാലമാടാ. ഗെയിം എനിക്കൊന്നും വിചാരിച്ച പോലെയല്ല കേട്ടോ ഗൈസ്, നല്ല ടഫാണ് കളിക്കാൻ. ആൻഡ് ഈ ഗെയിം ഇതിനെ കളിച്ചിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം ഗൈസ്. ഹെൽപ്പ് ചെയ്യണം ഹെൽപ്പ് ചെയ്യണം. നമുക്കിപ്പോൾ എങ്ങനെ പോകാൻ കഴിയും? വേറെ കൂടുതലോ വേണ്ട. ചാവിടുത്ത അതേ ഇങ്ങനെ ഉണ്ടാക്കണം. ചാവി കയ്യിലെടുത്തോളൂ. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി പോകണം. രക്ഷപ്പെടുന്നതായിട്ടില്ല. കമ്പലൂര് ആയിക്കോട്ടെ.
ഇവിടെ നമുക്കൊന്നും ഇടാല്ല. അതിനെന്താ നന്നായി. ഓ ഫൈനലി നമ്മളൊരു പാർക്കോറിലേക്ക് എത്തിയിരിക്കുകയാണ്. ആൻഡ് ഇത് പാർക്കോറല്ല ഗൈസ്, ഇത് മരണ വഴിയാണ്. മരണ വഴി. ഓടിക്കോ 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 ഓടിക്കോ. രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. ഫസ്റ്റ് പാർക്കോർ നമ്മളതിനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതും അവനെ ഒന്ന് കട 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 യാ 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 വേഗം വേഗം വേഗം. നമ്മളെ രക്ഷപ്പെട്ടു നമ്മളെ രക്ഷപ്പെട്ടു. എന്തിനാ ഓ പ്ലാൻ കിട്ടി. ഇതെന്ത് ചെറിയ തീട്ട കഷ്ണം. ഈ കഷ്ണം കൊണ്ടിട്ടിട്ട് നമ്മളയാളെ മതിൽ ക്രോസ് ചെയ്യുന്നത്. വിറ്റ് 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 ചെറിയ തീട്ട കഷ്ണം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇത്ര വലിയ ഇതൊക്കെ കിടക്കുക? അറിയില്ല, എന്തെല്ലാം പറയാം. എന്നാൽ ഈ ചെറിയ കഷ്ണവും കൊണ്ട് എങ്ങനെയാണ് അതൊക്കെ കിടക്കുന്നത്? പ്ലാങ്കിടോ നമുക്കിവിടെ പോകാം പോകാം പോകാം. കണ്ടോ അവിടെ നമ്മൾ സെക്യൂരിറ്റി ആണ്. നമുക്ക് വേറെ എവിടെയും പോകില്ല. പലഘട്ടപ്പോൾ നമ്മൾ അവിടുത്തെ സാധനങ്ങളൊക്കെ നമ്മൾ അടിച്ചു പിടിച്ച്. ഗൈസ് വീഡിയോക്ക് നല്ല ലെങ്ത്തുണ്ട് ഗൈസ്. എനിക്ക് കുഴപ്പമില്ല ഗൈസ്. 12 ചോളം കിട്ടി ഗൈസ്. നമുക്ക് അടുത്ത സാധനം കിട്ടി. ജസ്റ്റ് a few more. Oh guys, നമുക്ക് just few more. നേരം ഇതിനിപ്പോൾ ചോപ്പ് ഡോർ എവിടെയായിരുന്നു? ഇതാണ് ഗൈസ് ഈ ഗെയിമിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തത്. 100 വഴീൻ്റെ ഇടയിൽ നിന്ന് വേണ്ടപ്പെട്ട വഴി എവിടെ നിന്ന് കണ്ടുപിടിക്കണം? അവിടെ മറ്റേ ലോബിയാണുള്ളത്. ലോബിയിൽ നിന്ന് കുറേ ദൂരത്തായിരുന്നു ആ സണ്ടിരുന്നു. നമുക്ക് അവിടെയാണോ? റീസ്പോൺ കൊടുക്കുക അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യോ. കണ്ട ഞാൻ പറഞ്ഞല്ല നമുക്കൊരു ഹെൽത്ത് ഉണ്ടെങ്കിൽ ഉള്ള ഗുണം ഇതാണെന്ന്. ഇപ്പം അവൻ എന്നെ ഒരു തവണ പിടിച്ചോണ്ട് എനിക്ക് കുഴപ്പമില്ല. ഒറ്റൊരു ഹെൽത്തും കൂടി ഉള്ളു. അവനെ പിടിച്ചാൽ ഞാൻ ചത്തു. പിന്നെ നമ്മളെ കളി സൂക്ഷിച്ചില്ല. ഞാൻ അവരെ കണ്ടപ്പോഴേ ഞാൻ ആദ്യം ഒരു 5 സെക്കൻഡ് ഞാനിന്ന് പേടിച്ചു നിന്നു. 5 സെക്കൻഡ് ഞാൻ ഭയന്നില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. കാരണം അവിടെ ഞാൻ ഇങ്ങനെ വന്നിട്ടാണ് അവനെ കണ്ടപ്പോൾ ഇങ്ങനെ ചെക്ക് എന്നിട്ട് ഞാനായിട്ട് ഓടിയ. അപ്പോൾ ആ സ്റ്റക്കിങ്ങിൽ വന്ന പ്രശ്നം അവിടെ എൻ്റെ മരണ കാരണം. അവിടെ എനിക്കൊരു ബുദ്ധി തോന്നുന്നു. ഇവിടെ നിന്ന് അതിൻ്റെ മേലേക്ക് കയറി കിട്ടി നമ്മൾ രക്ഷപ്പെടുത്തില്ലേ? ചേർത്തപ്പെടുത്തല്ലേ വെച്ചുകൊടുത്തപ്പോൾ ശരി. നമ്മളൊരു പ്രൊഫഷണൽ പ്ലെയറാണെന്ന് പറഞ്ഞവർ ആദ്യം ട്രക്ക് നമ്മളെ നോക്കിയിട്ട് ഇതിൻ്റെ മേളിൻ്റെ മേലേക്ക് നിൽക്കാനും കഴിയില്ല. അതിനെയൊക്കെ താളിൻ്റെ താടാടും കണ്ടോടെ. ഇവരെൻ്റെ ജമ്പ് പവർ കുറച്ച്. എനിക്ക് കണ്ടേക്കിട്ട് ചാടാൻ കഴിയത്തില്ല. കണ്ട അവരെ ജമ്പ് പവർ കുറച്ചാണ്. കണ്ടടേ അവരെൻ്റെ ജമ്പ് പവർ കുറച്ച്. ഇവിടെ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെ പോകണം. ഓ അമേസിങ്. ഇവിടെ നിന്നൊക്കെ നമുക്ക് കണ്ടെങ്കിൽ ചാടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടല്ലോ. പിന്നെ അല്ലാടെ ഇവിടെ നമുക്ക് എങ്ങോട്ടേക്കാണോ പോകേണ്ടത്? ഇവിടെ നിന്ന് നേരെ നമുക്ക് അവിടേക്ക് പോകണം. പക്ഷേ അതിലൂടെ അങ്ങനൊരു വഴിയുണ്ട്. അവിടെ എവിടെയാണ് തോന്നുന്നുണ്ട്. അവിടെ പോകാൻ പറ്റുമോ നോക്കാം. കേടപ്പോവാൻ let's go. Happy I am so happy. ഇവിടെ ചോളം ഉണ്ടോ നോക്കിയിട്ട് വേണം ഗൈസ് പോയി. ഇനിയുള്ള കളികൾ നിങ്ങൾക്കറിയാലോ. യു വാണ്ട് ടു ബി സ്കെയർ ഗൈസ്. നിങ്ങളുടെ ഫോണിൻ്റെ ലൈനിൽ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ലൈന് പോലെ ഒരു വര കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളുടെ ഫോണിൻ്റെ വായ്പല്ല, എൻ്റെ സ്വന്തം ഫോണിൻ്റെ വായ്പാണ്. ഞാനെന്തിനാണ് ഇവിടേക്കൊക്കെ വരുന്നത്? വെറുതെ ഇതിലൂടെ വന്നിട്ട് ആ റെഡ് ബ്ലോക്കുള്ള സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സേഫാണ്. പറഞ്ഞു നോക്കത്തില്ല. അപ്പം നമ്മൾ സേഫിക്കാം. ഇവിടെയും സേഫാണല്ലോ. ഇവിടെ നിന്ന് നമ്മൾക്ക് നേരെ എങ്ങോട്ടേക്ക് ഈ സ്ഥലത്തേക്ക് ഓടണം.
ഇതിനകത്തേക്കെല്ലാം നമുക്ക് ഇതിടണ്ടേ പിങ്ക് സർക്കിള് ബ്ലോക്ക് ഇതാണ്. അങ്ങനെ ഷവലും കിട്ടി. നമുക്ക് ഷവലും കൊണ്ട് തരാണ്ടേ പോയി മാന്തി തുറക്കാം. കൊല്ലല്ലേ ഓടെ അതെവിടെയായിരുന്നതാണ് എൻ്റെ പ്രശ്നം. എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ആവശ്യമെങ്കിൽ എനിക്ക് അവിടെ തന്നെ എൻ്റെ തലയിൽ ഓർമ്മയിലുണ്ടാവും. പക്ഷെ എനിക്കെങ്ങനെ ആവശ്യമാണെന്നല്ല തല കാണാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സേഫ് എന്നാണല്ലോ അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സേഫ് എന്ന് കാണിച്ചിടുന്നതോടൊക്കെ നമുക്ക് അങ്ങനെ കയറി പോവാം. കത്തല്ലോ ഇവിടെയും സേഫ് ഉണ്ട്. തിരിച്ച് കയറിനെ അവൻ ഇങ്ങോട്ടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താവും? സീനായിരിക്കും. നമ്മളെ ഇവിടെ ഓരോ ട്രാപ്പാക്കിട്ടു. കിട്ടി. ഇവിടെ ലാഡറാണോ ഇവിടെ? എൻ്റെ മുന്നേ കാലും കൈയൊക്കെ ഇടിയുണ്ടോ? ശരിക്കും ഇത്തിരി മനുഷ്യനെ നമ്മുടെ കാലും കൈയൊക്കെ ഇടിയുന്നുണ്ടോ? ഫൈനലി ഗൈസ് നമ്മളിവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോണ്. ഇതേതാ സ്ഥലം? ചുപ്പിൽ പറ്റിച്ചു നീ എന്നെ ചീറ്റ് ചെയ്തു. യു ചീറ്റ് മീ. ഐ കാൻ porkle you. അപ്പുറത്താരോ എന്നെ കാത്തു നിൽക്കുന്ന പോലെ. ബോംബ് ട്രാപ്പ്. ഞാൻ അതിന് മുന്നേ ഇവിടേക്കൊന്നും വന്നിട്ട് എൻ്റെ പൊന്നോടാവേ ചത്ത്. ഓയ്യോ ചത്ത്. എൻ്റെ പിന്നെ ബോംബുമ്പോൾ തൊടാൻ പാടില്ല. പാടില്ലെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞാൽ പോരെ. അപ്പം കണ്ടോളം ചുവണ്ണൻ്റെ കളി. അങ്ങനെ ബോംബുകളൊക്കെ പൊട്ടിച്ചോട്ട് ചേർക്കാറേ ആവശ്യമില്ല. അയ്യോ തെറിച്ചു. ഇനി എത്ര കളി സീനാവും. ഇനി ചത്ത കളി കാര്യമാകും. മനുഷ്യനെ തീർപ്പാക്കാനായിട്ട് ചെക്ക് പോയിന്റ് ഉണ്ടോ? താങ്ക് യു. നമുക്കങ്ങനെ ചെക്ക് പോയിന്റ് കിട്ടി. ചക്കിൻ്റെ പോയിന്റ്. ചക്കയ്ക്ക് പോയിൻ്റൊക്കെ കണ്ടുപിടിച്ചവൻ ആരാണോ എന്തില്ലായാലും അവന് ഞാനൊരു 1000 നന്ദി പറയുന്നത്. ചെക്ക് പോയിന്റ് എന്ന് പറയുന്നൊരു സാധനമില്ലായിരുന്നു. നമ്മളൊക്കെ പണമായി പോയില്ലായിരുന്നു. അയ്യോ ഏതാ പ്ലെയർ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ പ്രോ പ്ലെയർ ബോംബ് പൊട്ടിച്ചുകൊണ്ടേ ഇടയ്ക്ക് പ്രോ പ്ലെയറാണ്. ഞങ്ങളുടെ ബോംബ് പൊട്ടിച്ചിട്ട് ഞാൻ അതേ സ്പീഡിന് ഇടയ്ക്കെത്തി. എൻ്റെ പവർ നിങ്ങളൊന്ന് ആലോചിക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അറിയത്തില്ല ആരെയും ഇടയ്ക്ക് എത്തിയത്. ഈ ഒരു ചോളം എടുക്കാനായിട്ട് ഞാൻ ഇടയ്ക്ക് എത്താൻ കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ചോളം എടുക്കാൻ മാത്രമേ ഉള്ളൂ. അല്ല വേറെ ഇപ്പം എൻ്റെ ഗ്ലിച്ചൊക്കെ പോയിട്ടുണ്ട്. ഗ്ലിച്ച് ഒന്നുകൂടെ അവിടെ പോയൊക്കെ എന്തോ ഒന്ന് മിസ്സായ പോലെ തോന്നണ്. അയ്യോ മോനെ ഞാനാരാ മോനെ ചത്ത്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം. അത് നോക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ അവിടെ എന്തോന്ന് എടുക്കാൻ മിസ്സായതുപോലെ എനിക്ക് തോന്നി. പക്ഷേ കളിയിൽ ഇനി ആകെ എനിക്കൊരു ചോളം കൂടെ കിട്ടിയിട്ടുള്ളൂ. ഇല്ല ഇനി വേറെ എവിടെയെങ്കിലും പോയി ചോളം ഞാൻ തപ്പണം. എൻ്റെ നാശം വരത്തില്ലേ. എന്തായാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കാൻ മറക്കണം. ഇല്ല ഒരു ടേബിളൊക്കെ ചോളം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നേരെ തിരിച്ച് കയറാം. തുടങ്ങിയാണ് എൻ്റെ ഡ്രില്ലർ സ്റ്റാർട്ടായില്ലേ. പെട്രോൾ വന്നിട്ട് ബെയ്യ. അങ്ങനെ നമ്മൾ കഴിച്ച് വന്നു. കയറി വലിഞ്ഞ് കയറിച്ച് വരാം. ഈ രണ്ട് നൂബുകൾ കുറേ നേരമായിട്ട് അവിടെ ഇവിടെ തരുന്നു. ഇനി ഒരൊറ്റ ചോളവും കൂടെ ആയിട്ടുള്ളത്. എനിക്കിനി മാപ്പ് മൊത്തം കിടന്ന് തിരയണം ഒരൊറ്റ ചോളത്തിന് വേണ്ടി.
റെഡ് ബോൾ ഇട്ട് തുറന്നു, ബ്ലൂ ബോൾ ഇട്ട് തുറന്നു, ആ ബോൾ ഇട്ടിട്ട് ഞാൻ തുറന്നു. ഇവരെന്തൊക്കെ കളിക്കുന്നത്? എടാ ചോളം വരുന്നടാ, നിന്റെ കാര്യം പോക്കാ. ഓക്കെ ഗൈസ്, നമുക്കൊരു മരണം കാണാം. മരണം വരുന്നു ഗൈസ്, നമുക്ക് അരങ്ങി കത്തും. പോടാ ഇവിടെ അച്ഛ സാലെ, അച്ഛ സാലെ, സാലെ 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 സാലെ. ചോളം അങ്ങോട്ടേക്ക് വരത്തില്ല കണ്ടാ. സേവ് സച്ചേ സച്ചേ. ചോളമുണ്ടോ ഇവിടെ, ചോളമുണ്ടോ എടുക്കാൻ? ചോളം ചോളം ചൊച്ചോ ചോറ് തിന്നൊരു ചോളം. ഒരൊറ്റ ചോളം കൂടെ കണ്ടുപിടിക്കാണ്ട് ഗേസ്. നിങ്ങൾക്ക് ആ ചോളം എവിടെയാണെന്ന് അറിയോ? അല്ലെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം ഗേസ്. നമുക്ക് ആ ചോളം കണ്ടുപിടിച്ചിട്ട് ബാക്കി കാണാം ഗേസ്. അതുവരേക്കും പറഞ്ഞല്ലോ കൂടെ ഇതിലേക്ക് എല്ലാവരും പോയിട്ടൊരു ചായ കുടിച്ചിട്ട് ബാ. ഞാനിപ്പോൾ ഈ മാപ്പ് മൊത്തം ചുറ്റി, എവിടെയും ചോളത്തിനെയും കാണാനില്ല, ഇതിൻ്റെ ഒരു അംശവും കാണാനില്ല. അയ്യ എടാ, ഇവിടെ കടപ്പുണ്ടായിരുന്നടെ, എടുക്കടാ ചോളം. ഓൾമോസ്റ്റ് തീർന്നാ. ഇനി എന്തോന്നല്ലേ, ഇനിയും ഉണ്ടോ നമുക്ക് കളിക്കാൻ? എനിക്ക് ചാവണോ പോയിട്ട്? കളി മനസ്സിലാവുന്നില്ല ഗൈസ്, എനിക്ക് കളി മനസ്സിലാവുന്നില്ല. ഓഫ് മൈ ഗോഡ്, എനിക്ക് കളി മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് കളി വല്ലതും മനസ്സിലായോ? ഹേയ് യാ, എന്ത് വേണം അറിയോ? Do you know? Yeah. Da da da. Okay. ആദ്യം
You speed, but for how long? Yes, guys. ആക്ച്വലി ഞാനിപ്പോൾ ഇത്ര നേരമായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നല്ലേ, മറന്നായി. ധൃതിയായിരുന്നു, ധൃതി. ഞാൻ പച്ചക്കറികളൊക്കെ ചെയ്ത് എനിക്ക് പച്ചക്കറി അറേഞ്ച് ചെയ്തിട്ടാണ്. 2 വിന്ന് വേണം. എനിക്ക് ബ്ലാക്ക് കിട്ടണം. ബ്ലാക്ക് പക്ഷെ ഞാൻ ഞെട്ടിയത് എന്തിലാന്നറിയോ? അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും പച്ച കളർ പിക്കപ്പ് ചെയ്തു. നമ്മൾ കുറച്ച് ആൾക്കാരെ സഹായിച്ചു. ഈ ഗെയിമിലിപ്പോൾ ഞാനും ഒരുത്തനും മാത്രമേ ഉള്ളൂ. ഇതാണ്ടാവും പോകുന്നു. നേരെ ഗെയിം പ്ലേ ഉണ്ട്. എൻ്റെ ഇവിടെ വാ ഗെയിം എന്താണെങ്കിൽ ഇവിടെ കയറിക്കോയി ചാർട്ടിൽ അതൊന്നും കാണണ്ടാവില്ല. ചിലപ്പോൾ അവൻ കളി തുടങ്ങിയതല്ല. നൂബടെ ആയിരിക്കും. നൂബടെ ചെസ്സാലൻ നൂബടെ സ്റ്റേഴ്സിനൊക്കെ. പിന്നെ അങ്ങനെ അപ്പം നമുക്ക് ലാഡർ യൂസ് ചെയ്യാൻ കഴിയുമോ? കഴിഞ്ഞ കളിയിൽ എനിക്ക് കഴിഞ്ഞില്ലായിരുന്നു. കളിയിൽ എനിക്കതിന് കഴിഞ്ഞു. എന്താടാ ബാക്ക് തരുമോ? എനിക്ക് കില്ലറാകാൻ കഴിയുമോ? ക്ലൈം കൊടുക്കാം. ഓ എടേ നമുക്ക് തന്നെ കളിയിരുന്ന് ഇതാവാൻ കഴിയും. അപ്പോൾ നമ്മളെന്തെങ്കിലും ഗെയിം പ്ലേ ഉണ്ടാക്കിയിട്ടുണ്ട് ഗെയ്സ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. ഇപ്പം തന്നെ കുറേ ലെങ്ത് ആയപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.